ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ ഒരു വിശേഷപ്പെട്ട കഥാഭാഗമാണ് പറയുന്നത്. അതായത് പാണ്ഡവരുടെയും കൗരവരുടെയും ജനനത്തിന് മുമ്പായി എന്തൊക്കെയാണ് സംഭവിച്ചത്. അതായത് ഭീഷ്മപിതാമഹൻ്റെ ജനനം, അതിനുശേഷം ധൃതരാഷ്ട്രർ, പാണ്ഡു മുതലായവരുടെ ജനനത്തിന് എന്താണ് കാരണമായത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇഷാക്കു വംശത്തിൽ മഹാഭിഷൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. സത്യസന്ധനും ധീരനും വീരനുമായിരുന്നു അദ്ദേഹം. അനേകം അശ്വമേധ യാഗങ്ങളും രാജസൂയ യാഗങ്ങളും നടത്തി അദ്ദേഹം സ്വർഗം പ്രാപിച്ചു. ഒരു ദിവസം ബ്രഹ്മദേവന്റെ ചുറ്റും മഹാഭിഷനും ദേവതമാരും മറ്റു രാജർഷികളുമൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവിചാരിതമായിട്ടാണ് ആ സമയത്ത് ഗംഗാദേവി അവിടെ കടന്നു വന്നത്. ഗംഗാദേവിയെ കണ്ട് വായുദേവൻ ഒരു കുസൃതി ഒപ്പിച്ചു. അതായത് ഗംഗാദേവിയുടെ വസ്ത്രങ്ങളെ അദ്ദേഹം 10 ദിക്കിലേക്കും ചലിപ്പിച്ചു. ആ സമയം ദേവിയുടെ നഗ്നശരീരം അന്യര് കണ്ടു. ഈ വിധം കാണാനിടയായപ്പോൾ മറ്റു ദേവതമാരെല്ലാവരും തന്നെ തല കുനിച്ചു കളഞ്ഞു. പക്ഷേ മഹാഭിഷൻ അത് ചെയ്തില്ല. മഹാഭിഷൻ ഗംഗാദേവിയെ നോക്കിക്കൊണ്ടു നിന്നു. ഗംഗാദേവിയും മഹാഭിഷനെ നോക്കി നിന്നു. ഇത് ബ്രഹ്മദേവൻ കണ്ടു. ബ്രഹ്മദേവൻ ഇത് സഹിച്ചില്ല. അദ്ദേഹം മഹാഭിഷനോട് പറഞ്ഞു, എടോ, തൻ്റെ പ്രവൃത്തി തന്നെ മൃത്യുലോകത്തിലേക്ക് പോകുവാൻ പ്രാപ്തനാക്കിയിരിക്കുന്നു. അതിനാൽ താൻ അങ്ങോട്ട് തന്നെ പൊയ്ക്കൊള്ളുക. ഈ ഗംഗയും മൃത്യുലോകത്തിലേക്ക് തന്നെ പോകട്ടെ. നിന്റെ ഭാര്യയായി തീരുന്ന ഇവൾ, നീ അവളോട് കലഹിക്കുന്നത് വരെ മാത്രമേ നിന്നോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. അന്നു മാത്രമേ ഈ ശാപത്തിൽ നിന്നും നിനക്ക് മോചനം ലഭിക്കുകയുള്ളൂ. ഈ വിധം ബ്രഹ്മദേവൻ മഹാഭിഷനോടും ഗംഗാദേവിയോടും പറഞ്ഞു. അപമര്യാദയായ പെരുമാറ്റത്തിനു കിട്ടിയ ശിക്ഷ മഹാഭിഷൻ ഏറ്റുവാങ്ങി. കുരുവംശത്തിലെ രാജാവായ പ്രദീപന്റെ പുത്രനായി മൃത്യുലോകത്ത് ജനിക്കാമെന്ന് തീർച്ചയാക്കി. ബ്രഹ്മാവിൻ്റെ ശാപം മൂലം മൃത്യുലോകത്തിലേക്കായി ഗംഗാദേവിയും ബ്രഹ്മലോകത്തു നിന്നും മടങ്ങേണ്ടി വന്നു. വഴിമധ്യേ അവർ അഷ്ടവസുക്കളെ കണ്ടുമുട്ടി. വസിഷ്ഠ മഹർഷിയുടെ പശുവിനെ അപഹരിച്ചതുകൊണ്ട് വസിഷ്ഠ മഹർഷി അവരെ ശപിച്ചിരുന്നു. അവർ മനുഷ്യരായി പിറക്കണം എന്നുള്ള ശാപമായിരുന്നു മുനി അവർക്ക് കൊടുത്തത്. അവരുമായുള്ള സംഭാഷണത്തെ തുടർന്ന് അഷ്ടവസുക്കളെ താൻ ഗർഭത്തിലേറ്റാമെന്നും എന്നിട്ട് ഉടനടി തന്നെ മനുഷ്യയോനിയിൽ നിന്നും മോചിതരാക്കാമെന്നും ഗംഗാദേവി അവരോട് വാക്കു പറയുന്നു. കുരുവംശത്തിലെ രാജാവായ പ്രദീപൻ തൻ്റെ പത്നിയോടൊപ്പം ഗംഗാതീരത്ത് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഗംഗാദേവി മനോഹരമായ ഒരു സുന്ദരിയുടെ രൂപം പൂണ്ട് രാജാവിൻ്റെ മുമ്പിലെത്തി. അവർ തമ്മിലുള്ള സംഭാഷണത്തിനൊടുവിൽ പ്രദീപന് ഭാവിയിലുണ്ടാകാൻ പോകുന്ന പുത്രൻ്റെ ഭാര്യാപദം ഗംഗാദേവി അലങ്കരിക്കുമെന്ന് ഒരു ധാരണയുണ്ടാക്കി. തുടർന്ന് പ്രദീപ മഹാരാജാവ് പുത്രലാഭത്തിനു വേണ്ടി മഹാതപസ്സനുഷ്ഠിച്ചു. പ്രദീപൻ വൃദ്ധനായപ്പോൾ മഹാഭിഷൻ പുത്രനായി അവിടെ പിറക്കുന്നു. ആ സമയം രാജാവായ പ്രദീപൻ അത്യന്തം ശാന്തനായി വരികയായിരുന്നു. വംശവും ശാന്തമായിരുന്നു. ആ അവസ്ഥയിലാണ് പുത്രനുണ്ടായത്. അതുകൊണ്ട് പുത്രന് ശന്തനു എന്ന് പേരിട്ടു. ഒരു ദിവസം യുവാവായ ശന്തനുവിനെ നോക്കി പ്രദീപ രാജാവ് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ നിന്റെ അടുത്ത് ഗംഗാദേവി പുത്രാർത്ഥിയായി വന്നു ചേരും. നീ അവൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കരുത്. കല്യാണശേഷം അവൾ എന്തു ചെയ്താലും നീ എതിരു പറയരുത്. ഇത്രയും പറഞ്ഞ ശേഷം പ്രദീപ മഹാരാജാവ് ശന്തനുവിനെ രാജസിംഹാസനത്തിലിരുത്തി. തുടർന്ന് അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ച് കൊട്ടാരം വിട്ടുപോവുകയും ചെയ്തു. ഒരു ദിവസം ശന്തനു മഹാരാജാവ്
മൃഗീയ വിനോദം നടത്തി മുമ്പോട്ട് പോകവേ അവിചാരിതമായി ഗംഗാതടത്തിൽ എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹം ഒരു പരമസുന്ദരിയായ സ്ത്രീരത്നത്തെ കണ്ടു. സാക്ഷാൽ ലക്ഷ്മീദേവി ഭൂമിയിൽ ഇറങ്ങി നിൽക്കുകയാണോ എന്ന് രാജാവിന് തോന്നി. അവളിലെ ലാവണ്യവും തേജസ്സും കണ്ട ശന്തനു വിസ്മയഭരിതനായിപ്പോയി. രോമാഞ്ചം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം കോരിത്തരിച്ചു. നേത്രം കൊണ്ട് രാജാവ് ആ സൗന്ദര്യത്തെ പാനം ചെയ്തു. ഇതേ സമയം ആ ദിവ്യ സ്ത്രീക്കും ശന്തനുവിനോടുണ്ടായ പ്രേമത്തിൻ്റെ ഒഴുക്ക് അണ പൊട്ടുന്നതായിരുന്നു. അവൾ ആരാണ് എന്ന് തിരക്കുന്ന വേളയിൽ നീ എന്നെ ഭർത്താവായി സ്വീകരിക്കണമെന്ന് ശന്തനു യാചിച്ചു. ഗംഗാദേവിക്കും അങ്ങെന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന അപേക്ഷയെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബ്രഹ്മദേവൻ ശപിച്ച മഹാഭിഷനാണ് ശന്തനുവായി പ്രദീപ മഹാരാജാവിൻ്റെ പുത്രനായി ജനിച്ചത് എന്ന് മറന്നു പോകരുത്. എന്നാൽ ദേവി ഒരു നിബന്ധന വെച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്താൽ അങ്ങെതിരു പറയരുത്, പ്രവർത്തിക്കരുത്. ഇതാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥ അങ്ങ് പാലിക്കുന്ന കാലത്തോളം ഞാൻ അങ്ങയുടെ ഭാര്യയായി ഇരുന്നു കൊള്ളാം. എന്നെങ്കിലും ഈ വ്യവസ്ഥയ്ക്ക് ലംഘനം വന്നാൽ അന്നു ഞാൻ അങ്ങയെ വിട്ടുപോകും. രാജാവ് പ്രേമപരവശനായതുകൊണ്ട് ഗംഗാദേവിയുടെ എല്ലാ നിബന്ധനകളും അദ്ദേഹം അംഗീകരിച്ചു. ദേവി അതിൽ അത്യന്തം പ്രസന്നയുമായി. ഗംഗയുടെ ശീലത്തിലും സദാചാരത്തിലും രൂപത്തിലും സൗന്ദര്യത്തിലും ഔദാര്യത്തിലുമെല്ലാം മഹത്വം കണ്ട ശന്തനു അത്യധികം ആനന്ദിച്ചു. ഗംഗയിൽ ആസക്തനായ രാജാവ് കാലത്തിൻ്റെ ശീഘ്രഗതി മനസ്സിലാക്കിയില്ല. ഗംഗാദേവിക്ക് പുത്രന്മാർ ഉണ്ടായിക്കൊണ്ടിരുന്നു. അവരെ എല്ലാവരെയും ഗംഗാദേവി നദിയിൽ വലിച്ചെറിഞ്ഞ് കൊന്നുകൊണ്ടേയിരുന്നു. ജനിച്ച മാത്രയിൽ തന്നെയാണ് ഈ പുത്രന്മാരെ എല്ലാവരെയും ഗംഗാദേവി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ശന്തനുവിന് ഹൃദയവേദന ഉണ്ടാക്കിയെങ്കിലും അപ്രിയം പറയാനും പ്രവർത്തിക്കാനും പാടില്ല എന്ന നിബന്ധനയുണ്ടായിരുന്നതുകൊണ്ട് എതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ എട്ടാമത്തെ പുത്രനുണ്ടായി. അങ്ങനെ എട്ടാമത്തെ പുത്രനുണ്ടായപ്പോൾ അവനെയും നദിയിലേക്ക് എറിയുന്നതിൻ്റെ മുന്നോടിയായി ഗംഗാദേവി ഒന്ന് ചിരിച്ചു. ഇത് കണ്ട രാജാവ് അത്യധികം ദുഃഖിച്ചു. ഈ പുത്രനെയെങ്കിലും തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ശന്തനു ആഗ്രഹിച്ചു. അദ്ദേഹം ചോദിച്ചു, ഭവതി അവിടുന്ന് ആരാണ്? അവിടുന്ന് ആരുടെ മകളാണ്? ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്നത്? ഇത് ശരിയാണോ? പുത്രഘാതകിയായി അവിടുന്ന് അറിയപ്പെടില്ലേ? മഹാപാപിയായി പോയല്ലോ അങ്ങ്. ഇങ്ങനെയൊക്കെ ശന്തനു മഹാരാജാവ് ഗംഗാദേവിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗംഗാദേവി ഇങ്ങനെ പറഞ്ഞു, ഹേ രാജൻ, ഇതാ എടുത്തുകൊള്ളുക. താങ്കളുടെ ഈ കുട്ടിയെ ഞാൻ നദിയിലേക്ക് എറിയുന്നില്ല. എന്നാൽ മുൻ നിബന്ധന അനുസരിച്ച് എനിക്കിനി ഇവിടെ തങ്ങാനും സാധിക്കുകയില്ല. നോക്കൂ, ഞാൻ ജഹ്നുവിൻ്റെ മകൾ ഗംഗയാണ്. മഹർഷി വര്യന്മാർ എന്നെ സേവിക്കുന്നുണ്ട്. ദേവതമാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഭവാന്റെ കൂടെ ഇത്ര കാലം കഴിഞ്ഞത്. എൻ്റെ ഈ അഷ്ടപുത്രന്മാരും അഷ്ടവസുക്കളാണ്. വശിഷ്ഠൻ്റെ പശുവിനെ മോഷ്ടിച്ചതുകൊണ്ട് വശിഷ്ഠൻ അവരെ ശപിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ മനുഷ്യയോനിയിൽ പിറന്നത്. മനുഷ്യലോകത്ത് അഷ്ടവസുക്കൾക്ക് അങ്ങയെപ്പോലുള്ള ഒരു അച്ഛനെയും എന്നെപ്പോലുള്ള ഒരു മാതാവിനെയും സ്വീകരിക്കാൻ കഴിഞ്ഞു. വസുക്കളുടെ പിതാവായിരുന്നു എന്ന കാരണം കൊണ്ട് അങ്ങേക്ക് അക്ഷയലോകം കിട്ടും. വസുക്കളെ വിനാവിളംബം മനുഷ്യജന്മത്തിൽ നിന്നും മോചിപ്പിച്ചു കൊള്ളാമെന്ന് ഞാൻ അന്നു തന്നെ വാക്കുകൊടുത്തിരുന്നു. ഇപ്പോൾ അവർ ശാപത്തിൽ നിന്നും മോചിതരായിരിക്കുന്നു. ഞാനും തിരിച്ചു പോകുന്നു. ഈ എട്ടാമത്തെ പുത്രൻ വസുക്കളുടെ അഷ്ടാംശമാണ്. ഈ കുട്ടിയെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളുക. ഇതൊക്കെ കേട്ടിട്ടും ശന്തനുവിന് കാര്യം പൂർണ്ണമായി മനസ്സിലായില്ല. ഈ വശിഷ്ഠ മഹർഷി ആരായിരുന്നു? അദ്ദേഹം എന്തിനാണ് അഷ്ടവസുക്കളെ ശപിച്ചത്? ഈ എട്ടാമത്തെ പുത്രനെ മാത്രം
മനുഷ്യലോകത്ത് നിർത്തിയിട്ട് പോകുവാൻ എന്താണ് കാരണം? ഈ വസുക്കൾ എങ്ങനെ മനുഷ്യയോനിയിൽ പിറന്നു? ഇങ്ങനെയൊക്കെ ശന്തനു ഗംഗാദേവിയോട് ചോദിച്ചു. ഗംഗാദേവി പറയുകയാണ്, വസിഷ്ഠ മഹർഷി വിശ്വവിഖ്യാതനായ വരുണന്റെ പുത്രനാണ്. മേരുപർവ്വതത്തിൻ്റെ സമീപമാണ് സുന്ദരവും പവിത്രവും ആനന്ദദായകവുമായ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം. അദ്ദേഹം അവിടെ തപസ്സനുഷ്ഠിക്കുന്നു. ആ യാജ്ഞിക കർമ്മങ്ങൾക്ക് ഹവിസ് കൊടുക്കുവാൻ വേണ്ടി കാമധേനുവിൻ്റെ മകളായ നന്ദിനി പശു ആശ്രമത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരിക്കൽ അഷ്ടവസുക്കൾ തങ്ങളുടെ ഭാര്യമാരോടൊപ്പം ഉല്ലാസയാത്ര ചെയ്ത് ആ വനത്തിൽ വന്നു. ആവശ്യപ്പെടുന്ന മാത്രയിൽ സമസ്ത അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന നന്ദിനിയുടെ മേൽ ഒരു വസുപത്നിയുടെ കണ്ണു ചെന്നുപെട്ടു. ആ വസുപത്നി തൻ്റെ ഭർത്താവായ ദ്യൗ എന്ന വസുവിന് നന്ദിനിയെ കാണിച്ചു കൊടുത്തു. വസു പറഞ്ഞു, പ്രിയേ, സർവലക്ഷണയുക്തയായ ഈ നന്ദിനി വസിഷ്ഠമുനിയുടെ മകളാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവളുടെ പാൽ കുടിച്ചാൽ അയാൾ 10,000 കൊല്ലം യുവാവായിരിക്കും. ഇത് കേട്ടപ്പോൾ വസുപത്നി ഉടനെ തന്നെ തൻ്റെ ഭർത്താവിനെ അറിയിച്ചു, എൻ്റെ ഒരു സഖിക്ക് വേണ്ടി അങ്ങ് ഈ പശുവിനെ പിടിച്ചുകൊണ്ടുവരണം, നമുക്ക് കൊണ്ടുപോകാം. ഇത് കേട്ടപ്പോൾ അന്യ സഹോദരന്മാരുടെ സഹായത്തോടുകൂടി ദ്യൗ പശുവിനെ പിടിച്ചുകൊണ്ടുപോയി. തങ്ങളെ മനുഷ്യയോനിയിൽ പിറക്കാൻ ശപിച്ചു വിടുന്ന ഒരു ആപത്ത് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ആ പാവം വസുക്കൾ അറിഞ്ഞിരുന്നില്ല. ഫലമൂലാദികൾ ശേഖരിച്ചുകൊണ്ട് ആശ്രമത്തിലെത്തിയ വസിഷ്ഠൻ തൻ്റെ പശു മോഷ്ടിക്കപ്പെട്ടത് മനസ്സിലാക്കി. അദ്ദേഹം ദിവ്യദൃഷ്ടി കൊണ്ട് ആരാണ് തൻ്റെ പശുവിനെ മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് അവരെ ശപിച്ചു, വസുക്കൾ എൻ്റെ പശുവിനെ മോഷ്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവർ മനുഷ്യയോനിയിൽ പിറക്കാൻ ഇടവരട്ടെ. വസിഷ്ഠമുനി തങ്ങളെ ഇങ്ങനെ ശപിച്ചു എന്നുള്ള വിവരം വസുക്കൾ മനസ്സിലാക്കുന്നു. അങ്ങനെ വസുക്കൾ ആശ്രമത്തിൽ ചെന്ന് നന്ദിനിയെ തിരിച്ചേൽപ്പിച്ചിട്ട് മാപ്പ് പറയുന്നു. ശാപമോചനം എന്ന വണ്ണം വസിഷ്ഠൻ പറയുകയാണ്, ജനിച്ച് 1 വർഷത്തിനകം നിങ്ങൾ ഒരു മനുഷ്യയോനിയിൽ നിന്നും രക്ഷപ്പെടാനും ഇടയാകട്ടെ. എന്നാൽ നന്ദിനിയുടെ മോഷണത്തിലെ പ്രധാന പങ്കാളിയായ ദ്യൗ വളരെ കാലം മർത്യലോകത്ത് ജീവിക്കുക തന്നെ ചെയ്യും. എന്നിൽ നിന്നും ഉതിർന്നു വീണ ശാപവചനങ്ങൾ ഒരിക്കലും നിഷ്ഫലമാകാൻ പറ്റില്ല. ഈ വസുവിൻ്റെ മർത്യജന്മത്തിൽ അയാൾക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല. ഇയാൾ ഒരു സ്ത്രീ വിരക്തനായിരിക്കും. അങ്ങനെ വസിഷ്ഠൻ ശപിക്കുകയാണ്. ഈ വസിഷ്ഠൻ്റെ ശാപവചനവുമേറ്റ അഷ്ടവസുക്കൾ ഓടി ഗംഗയായ എൻ്റെ അടുക്കൽ വന്നു. അവരുടെ അമ്മയാകണമെന്ന് എന്നോട് അഭ്യർത്ഥിച്ചു. ഞാനത് സ്വീകരിച്ചു. അതിനെ പ്രാവർത്തികമാക്കുകയായിരുന്നു ഞാനിവിടെ ചെയ്തത്. ഇവിടെ ഈ 8ാമൻ ദ്യൗവിൻ്റെ പുനർജന്മമാണ്. അവൻ ചിരകാലം മർത്യലോകത്ത് വർത്തിക്കും. ഇങ്ങനെ പറഞ്ഞ് ഗംഗാദേവി ആ കുമാരനോടൊപ്പം അപ്രത്യക്ഷയായി. അങ്ങനെ ശന്തനു മഹാരാജാവ് ഇതുവരെ എന്താണ് സംഭവിച്ചതെന്ന് ഗംഗാദേവിയിൽ നിന്നും മനസ്സിലാക്കുന്നു. അതിനുശേഷം ഒരു ദിവസം ശന്തനു മഹാരാജാവ് ഗംഗാനദിയുടെ തീരത്ത് ഉലാത്തുകയായിരുന്നു. ഗംഗയിൽ അല്പമാത്രം ജലമുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദേവനദിയായ ഗംഗ എന്തുകൊണ്ടാണ് ഒഴുകാതിരിക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു. നദി ഒഴുകാത്തതിനുള്ള കാരണം അന്വേഷിച്ച് അദ്ദേഹം നദിക്കരയിലൂടെ മുമ്പോട്ട് നടന്നു. കുറച്ച് നടന്നപ്പോൾ സുന്ദരനും വിശാലകായനും ആജാനുബാഹുവുമായ ഒരു കുമാരൻ ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന അഭ്യാസമുറ കണ്ടു. ആ കുമാരൻ തൻ്റെ ബാണങ്ങൾ കൊണ്ട് ഗംഗയുടെ പ്രവാഹം തടഞ്ഞു വച്ചിരിക്കുന്നു. അത്ഭുതകരമായ ആ കാഴ്ച കണ്ട് ശന്തനു പകച്ചുപോയി. ഗംഗയിലുള്ള തൻ്റെ പുത്രനെ ജനിച്ച വേളയിലല്ലേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ കുമാരനെ ശന്തനു തിരിച്ചറിഞ്ഞില്ല. ആ കുമാരനാകട്ടെ രാജർഷിയായ ശന്തനുവിനെ മായയാൽ മോഹിതനാക്കിയിട്ട് അവിടെ നിന്നും ഒളിച്ചു കളഞ്ഞു.
ഈ അവസരത്തിൽ രാജർഷിയായ ശന്തനു ആ കുമാരനെ കാണിച്ചു തരുവാൻ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു. ഉടനെ തന്നെ ഗംഗാദേവി അതിസുന്ദരിയായ ഒരു യുവതിയുടെ രൂപം പൂണ്ട് പുത്രനെയും കൈക്ക് പിടിച്ചുകൊണ്ട് ശന്തനുവിൻ്റെ മുമ്പിലെത്തി. കുമാരൻ്റെ അനുപമ സൗന്ദര്യവും ദിവ്യങ്ങളായ ആഭൂഷണങ്ങളും നിർമ്മലമായ പട്ടുടയാടയും കണ്ട് രാജാവിന് ആളെ മനസ്സിലായില്ല. ഗംഗാദേവി കുമാരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഇവൻ അങ്ങയ്ക്ക് എന്നിൽ ജനിച്ച 8ാമത്തെ പുത്രനാണ്. അങ്ങ് ഇവനെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക. ഇവൻ വസിഷ്ഠ മഹർഷിയിൽ നിന്നും സാങ്കോപാംഗവേദം പഠിച്ചിരിക്കുന്നു. അസ്ത്രാഭ്യാസവും പൂർത്തീകരിച്ചിട്ടുണ്ട്. ധനുർധരനായ ഈ കുമാരൻ യുദ്ധത്തിൽ ദേവരാജാവായ ഇന്ദ്രന് തുല്യമാണ്. ദേവന്മാർ പോലും ഇവന്റെ മുമ്പിൽ തലകുനിക്കുന്നു. ദൈത്യഗുരുവായ ശുക്രാചാര്യനും ദേവഗുരുവായ ബൃഹസ്പതിയും ഉൾക്കൊണ്ടിട്ടുള്ള അറിവ് ഇവനിലുണ്ട്. സാക്ഷാൽ പരശുരാമൻ ഇവന്റെ ഗുരുവാണ്. അദ്ദേഹം സകല ശാസ്ത്ര അസ്ത്രവിദ്യകളെല്ലാം ഇവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവനെ ഇതാ ഞാൻ അങ്ങേക്ക് തരുന്നു. ഇങ്ങനെ പറഞ്ഞ് അമ്മയായ ഗംഗാദേവി പുത്രനെ അച്ഛനായ ശന്തനുവിന് കൈമാറുന്നു. രാജർഷി ശന്തനു പുത്രനെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. വൈകാതെ തന്നെ കുമാരനെ യുവരാജാവായി അഭിഷേകം ചെയ്തു. തൻ്റെ സൗശീലം കൊണ്ടും സദാചാരം കൊണ്ടും ഗംഗാനന്ദനായ ദേവവൃതൻ സമസ്ത ദേശവാസികളെയും പ്രസന്നരാക്കി. ഹരേ കൃഷ്ണ. നമുക്ക് ഈ കഥാഭാഗം ഒന്ന് വിശകലനം ചെയ്യാം. മഹാഭിഷന്റെ പുനർജന്മമാണ് ശന്തനു. സ്വർഗം നേടിയിരുന്ന മഹാഭിഷൻ ബ്രഹ്മാവിൻ്റെ ശാപത്താലാണ് ശന്തനുവായി പിറന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ബ്രഹ്മദേവന്റെ ചുറ്റും മഹാഭിഷനും മറ്റു ദേവതമാരും ഋഷിവര്യന്മാരും നിൽക്കുന്ന വേളയിലാണ് ഗംഗാദേവി അവിടെ വന്നു ചേർന്നതും വായു ഭഗവാൻ വീശി അടുപ്പിച്ച് ഗംഗാദേവിയുടെ ഉടുവസ്ത്രത്തെ 10 ദിക്കിലേക്ക് ചലിപ്പിച്ചതും. ഈ സമയത്ത് ഗംഗയുടെ നഗ്നത വെളിവാക്കുക എന്നത് അനിവാര്യമായിരുന്നു. ഇതു കണ്ട ദേവന്മാരും മറ്റും തലകുനിച്ചു കളഞ്ഞു. എന്നാൽ മഹാഭിഷൻ വിവസ്ത്രയായ ഗംഗയെ നോക്കി നിന്നതാണ് മഹാഭിഷനുള്ള ശാപത്തിന് കാരണം. ബ്രഹ്മദേവന്റെ സാന്നിധ്യത്തിൽ ഗംഗയുടെ നഗ്നതയിലേക്ക് നോക്കിയതാണ് മഹാഭിഷൻ ചെയ്ത തെറ്റ്. ഇതാണ് ബ്രഹ്മദേവനെ ദേഷ്യപ്പെടുത്തിയത്. എന്നാൽ ഇതിനേക്കാൾ വലിയ തെറ്റല്ലേ വായു ഭഗവാൻ ചെയ്തത്? സകല ജനങ്ങളും നോക്കി നിൽക്കെ സ്വാത്വികയായ ഒരു സ്ത്രീയുടെ നഗ്നത വെളിവാക്കും വിധം ഉടയാട അടിച്ചു പറപ്പിച്ചത് തെറ്റല്ലേ? ഈ നിലയിൽ ബ്രഹ്മദേവൻ വായുദേവനെയല്ലേ ആദ്യം ശപിക്കേണ്ടത് നമുക്ക് തോന്നാം. എങ്കിലും ഭുവനത്രയത്തിലും വായുദേവന്റെ സാന്നിധ്യം അനിവാര്യമാണ്. വായുദേവനെ ഏതെങ്കിലും വിധത്തിൽ ശപിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ബ്രഹ്മദേവൻ അറിയാം. സകല കാര്യങ്ങളും കൈവിട്ടു പോകും. വായുഹീനമായ സ്ഥലത്ത് പിന്നെ ആരും ഉണ്ടാവുകയില്ല. ശാപമായാലും വരമായാലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബ്രഹ്മദേവൻ വായുദേവനെ ശപിക്കാതിരുന്നത്. പിന്നെ മറ്റൊരു കാര്യവുമുണ്ട്. ഇങ്ങനെയൊരു ശാപം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഒരു പക്ഷേ ഭഗവാന്റെ അവതാരം പോലും ഉണ്ടാവുകയുള്ളൂ. ഭൂമിയുടെ ഭാരം തീർക്കാൻ അതുവഴി സാധിക്കുകയുള്ളൂ എന്നും ബ്രഹ്മദേവന് അറിയാം. വീശി അടിക്കുക എന്നത് വായുവിൻ്റെ ധർമ്മമാണ്. വസ്ത്രത്തെ ഗംഗാദേവി തൻ്റെ ശരീരത്തോട് ചേർത്തു പിടിച്ച് നഗ്നത വെളിവാക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ദേവി അത് ചെയ്തില്ല. അതിനാൽ ഗംഗാദേവിക്കുള്ള ശിക്ഷ യോഗ്യം തന്നെ. ഇവിടെ വേറൊരു സംശയം. ദേവന്മാർ ലജ്ജിച്ച് തലകുനിച്ചത് എന്തിന്? അവരും ഗംഗയുടെ നഗ്നത കണ്ടു. അങ്ങനെയാണെങ്കിൽ അവരെ എന്തുകൊണ്ട് ബ്രഹ്മദേവൻ ശപിച്ചില്ല? യാദൃച്ഛികമായിട്ടാണ് അവരത് കണ്ടത്. അത് കണ്ടപ്പോൾ അവർ
തല കുനിച്ചു കളഞ്ഞു എന്നുള്ളതും ബ്രഹ്മദേവന് മനസ്സിലായി. പക്ഷേ മഹാഭിഷൻ എന്താണ് ചെയ്തത്? നോക്കിക്കൊണ്ട് നിന്നു. അതുകൊണ്ടാണ് ശപിച്ചത്. പക്ഷേ ഈ ശാപമെല്ലാം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ബ്രഹ്മദേവൻ നിശ്ചയിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇവിടെ കൗരവരും പാണ്ഡവരുമൊക്കെ ഉണ്ടാവുകയുള്ളൂ, ധർമ്മയുദ്ധം ഉണ്ടാവുകയുള്ളൂ, ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമാവുകയുള്ളൂ. ഇതൊക്കെ ബ്രഹ്മദേവൻ അറിയാം. ഇതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിച്ചത്. ഈ കഥയുടെ ബാക്കി ഭാഗം എല്ലാവർക്കും കേൾക്കണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അടുത്ത ദിവസം വീഡിയോ ആയിട്ടിടാം. അതിനകത്ത് ഭീഷ്മപിതാമഹൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് വിവാഹം വേണ്ട എന്ന് വെക്കേണ്ടി വന്ന സാഹചര്യം, അതുപോലെ അംബാലികമാർ അവരുടെ ശാപം, ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. ആ കഥകളാണ് ഇനി മുമ്പോട്ട് പോകുന്നത്. അതുപോലെ പാണ്ഡു, ധൃതരാഷ്ട്രർ, വിതുരർ ഇവരുടെയൊക്കെ ജനനം, സത്യവതിയും കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസനും, ഇതെല്ലാം ഇനി അങ്ങോട്ട് ആ കഥാഭാഗങ്ങളിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കഥകൾ കൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ പറയൂ, ഞാനത് ഇടാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇതിഹാസങ്ങളൊക്കെ നമ്മൾ പഠിക്കണം കുറേശ്ശെ. പൂർണ്ണമായിട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. ആരൊക്കെയാണ്, ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ കഥകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. നിങ്ങൾ കഥകളൊക്കെ കേൾക്കൂ, പഠിക്കൂ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. നമ്മുടെ ഭാരതീയ സംസ്കാരം എല്ലാവരും പഠിക്കട്ടെ. എന്താണ് ശരിയായി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കഥകളും പഠിക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഭാഗവതം, ഇപ്പോൾ ഏകദേശം ഭാഗവതം തീരാറായി. അതിനുശേഷം നമുക്ക് ശിവപുരാണം പഠിക്കാനായിട്ട് തുടങ്ങാം. അതിനുശേഷം സ്കന്ദപുരാണം പഠിക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ പുരാണങ്ങളായി കുറേശ്ശെ പഠിക്കാം. അക്കൂട്ടത്തിൽ മഹാഭാരതം, പിന്നെ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ, അതായത് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. ഇനി നമുക്ക് ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിയുമ്പോഴേക്കും നാരായണീയം നമുക്ക് കുറേശ്ശെ പഠിക്കാം. എല്ലാം കൂടെ നമുക്ക് പറ്റില്ലല്ലോ, എനിക്ക് എല്ലാം കൂടെ പറഞ്ഞു തരാൻ സമയം കിട്ടില്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കുറേശ്ശെ നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാം. ഭാഗവതം തീരാറായി. അപ്പോൾ മഹാഭാരതത്തിലെ കുറേശ്ശെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കാം. നിങ്ങളുടെ അഭിപ്രായം പറയൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇങ്ങനെയുള്ള വീഡിയോകളാണോ നിങ്ങൾക്ക് താല്പര്യം? എന്താണ് നിങ്ങളുടെ ഇഷ്ടം? അതും കൂടെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.